ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ 2023 SSC CGLയുടെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെർസെൻറ്റേജ് ടോപ്പിക് വൈസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത് എക്സാമിലെ ക്വസ്റ്റൻസിനെ. സോ നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ കുറേ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അത് കാണാത്തവർ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ റിമൈനിങ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ റിമൈനിങ് ക്വസ്റ്റൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മുടെ മുമ്പിലുണ്ട്. പാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എക്സാമിനേഷൻ ഈസ് 35%. If a student got 210 marks, fails by 14 marks, then what are the maximum mark of the examination എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് പാസ് ആണെങ്കിൽ 35% മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 35% ആണ്. ഇനി ആ 35% എത്ര എന്നുള്ളത് നമുക്കവിടെ റഫ്ലി തന്നിട്ടുണ്ട്. നമുക്കവിടെ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിന് 210 മാർക്സ് കിട്ടി, എന്നിട്ട് ആള് 14 മാർക്കിന് ഫെയിൽ ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 14 മാർക്ക് കൂടി ഇട്ട് കൊടുത്ത ആൾ എന്താവും? പാസ്സാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 210 കൂടെ 14 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 224 എന്ന് വരും. അതായിരിക്കും പാസ് മാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് ഈ എക്സാമിനേഷന്റെ മാക്സിമം മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ടോട്ടൽ എന്ന് പറയുമ്പോൾ അതിനെ എത്രയിലായിരിക്കും എടുക്കുന്നത്? 100%ലായിരിക്കും എടുക്കുന്നത്. അപ്പം അത് മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്ര വരും എന്ന് നമുക്ക് നോക്കണം. സോ 35% എന്ന് പറഞ്ഞാണ് 224 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് ആൻസർ കിട്ടും. സോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 35/100നെ നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 35ഉം 224 കൂടി നമുക്കത് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ഈ 35ഉം ഈ 100 കൂടി നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 7/20 എന്ന് വരും. നമ്മളതിനെ ആ ഒരു 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ 7 ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 224 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 20 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിപ്പോൾ നമുക്ക് നോക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ചെറിയ വാല്യൂ ആയതുകൊണ്ട്. സോ 7 × 3 ചെയ്യുമ്പോഴാണ് 21 വരുന്നത്. പിന്നെ റിമൈനിങ് 14. അപ്പോൾ നമുക്ക് 7 × 2 ചെയ്യുമ്പോഴാണ് 14 വരുന്നത്. എന്ന് പറഞ്ഞാൽ 7 × 32 ചെയ്യുമ്പോഴാണ് 224 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 20 × അതേ 32 നമുക്ക് ചെയ്യാം. സോ 22 × 32 നമുക്ക് 64 എന്നും വരും. പിന്നെ ഒരു 0 കൂടി. സോ 640 എന്ന് വരും. സോ അങ്ങനെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 640 മാർക്സ് ആണ് നമുക്ക് ടോട്ടൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മാക്സിമം മാർക്ക് ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 640 ആണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തൊരു നല്ല ക്വസ്റ്റനിലേക്ക് പോകാം. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ R%. ദ ന്യൂ പ്രൈസ് വാസ് ഡിക്രീസ്ഡ് ബൈ R% ലേറ്റർ. എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു R% ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഒരു R% ഡിക്രീസ് ചെയ്യാം. ഇപ്പോൾ ഒരേ പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം സക്സസീവ് വെച്ച് നമ്മൾ അതിനെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നെറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് വരും? -R²/100 എന്ന് വരും. നമ്മുടെ ഒരേ പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും ആണ് വരുന്നെങ്കിൽ അവിടുത്തെ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് -R²/100 ആയിരിക്കും. നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ A+B+AB/100 നമ്മൾ ഈ ഒരു -R +R -R²/100 എടുക്കും. +R -R ക്യാൻസൽ ആയിട്ട് നമുക്ക് വെറും R²/100 എന്നായിരിക്കും വരുന്നത്. ഇനി അവിടെ പറയുന്നത് നൗ ദ ലേറ്റസ്റ്റ് പ്രൈസ് ഇസ് ₹1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ R% കൂട്ടിയിട്ട് R% കുറച്ചതിന് ശേഷം ആ ഒരു വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ₹1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ? ശരിക്കുള്ള പ്രൈസ് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പം നേരത്തെ ശരിക്കും ഒരു എക്സ് ഉണ്ടായിരുന്നു. എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടായിരുന്നു. ആ എക്സിൽ നമുക്കിപ്പം ഇത്രയും പെർസെൻറ്റേജ് കുറയുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ആ ₹1 വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ശരിക്കുള്ള വില 100 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 100% ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഇപ്പൊ ഈ വരുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ R²/100 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ പെർസെൻറ്റേജ് കുറയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് എടുക്കുമ്പോഴാണ് ലൈക്ക് ആ കുറയുന്നത് 100 എന്ന് മാറ്റിയതിനു ശേഷമുള്ള ആ പെർസെൻറ്റേജ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇപ്പോഴത്തെ പുതിയ വാല്യൂ ആയ ₹1 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന എക്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്, നേരത്തെ വില എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഒരു സാധനത്തിന്റെ വില 100 ആണെങ്കിൽ അല്ല നമ്മൾ ഇപ്പം അതിലൊരു 20% കുറയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ സാധനത്തിന്റെ വില എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 80% ആയിരിക്കും. അപ്പം നമ്മൾ ആ ശരിക്കുള്ള വില 100 20% കുറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100ൽ നിന്ന് 20 കുറച്ച് 80 എന്ന് എടുത്തു. അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ R²/100 ആണ് കുറയുന്നെങ്കിൽ നമ്മൾ അത് 100ൽ നിന്ന് R²/100 കുറച്ചിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമുക്ക് ആദ്യം തന്നെ ഈ 6 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. എന്നിട്ട് ഈ ഒരു 100 നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൾട്ടിപ്ലൈ ആവും. അങ്ങനെയാണെങ്കിൽ x = നമുക്ക് ആദ്യം തന്നെ ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു 100 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. നമുക്കതൊന്ന് പ്രോപ്പർലി എഴുതാം ഡൗട്ട് വരാതിരിക്കാൻ. സോ ആദ്യം ഈ ഒരു ബ്രാക്കറ്റിന്റെ അകത്തുള്ളതൊന്നും സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 100 ക്രോസ് ചെയ്യുമ്പം നമുക്ക് അവിടെ 10,000 എന്ന് വരും, മൈനസ് ആർ സ്ക്വയർ ബൈ നമുക്ക് 100 എന്ന് വരും, ഈക്വൽ ടു 1. അങ്ങനെയാണ് ഇനി ഇത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേന്ന് എക്സ് ഈക്വൽ ടു നമുക്ക് ഈ 100 ഇൻറ്റു 1 100 എന്ന് വരും, ബൈ നമുക്ക് ആ ഒരു 10,000 മൈനസ് ആർ സ്ക്വയർ എന്ന് നമുക്ക് വരും. അപ്പം വാട്ട് വാസ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും നമ്മുടെ ഒറിജിനൽ പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഓൾറെഡി ആ ഒരു ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്, 10,000 ബൈ ഓക്കെ. നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, ആ ഒരു പെർസെൻറ്റേജ് കൂടി എടുക്കണം. സോ ആ ഒരു പെർസെൻറ്റേജ് കൂടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മേളിൽ പിന്നെയും 2 0 കൂടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് നമ്മളിവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, ആ ഒരു വാല്യൂ കൂടി ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. ആ ഒരു വാല്യൂ പെർസെൻറ്റേജ് ഞാൻ ബൈ 100 ആണ്. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ പിന്നെ ഒരു 2 0 കൂടി വരുന്നത്. അങ്ങനെയാണ് ഓപ്ഷനിൽ ആ ഒരു 10,000 ബൈ 10,000 മൈനസ് ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ വരുന്നത്. ക്ലിയർ? ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഇതേപോലെ റിയൽ വാല്യൂ തരാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇതേപോലെ ആൽഫബറ്റ് മാത്രം തന്നിട്ട്. സോ ആ സമയത്ത് നമ്മളത് കറക്റ്റായിട്ട് നോക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ അറിയാതെ ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് മാറ്റി മാർക്ക് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയും വരാതെ നമ്മൾ ശ്രദ്ധിച്ചോണം. സോ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. സോ വലിയ സ്റ്റെപ്സ് ഒന്നുമില്ല, ഒരു 2 സ്റ്റെപ്സ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സീജലിന്റെ എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അകത്തും ചോദിച്ചിരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പെർസെൻറ്റേജിന്റെ ഇപ്പൊ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇവിടെ ഇപ്പം പറയുന്നത് എത്രയേ ഉള്ളൂ, 2 സക്സസീവ് 30% ഇൻക്രിമെന്റും 2 സക്സസീവ് 30% ഡിക്രിമെന്റും വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന പെർസെൻറ്റേജിന്റെ വേരിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ പെർസെൻറ്റേജിന്റെ വേരിയേഷനെ ഇൻ പെർസെൻറ്റേജ് റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്കത് ആ പെർസെൻറ്റേജ് വേരിയേഷൻ എത്രയാണ് ഇൻ റുപ്പീസ് എന്നുള്ളതാണ് എക്സാമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ സീജലിൽ ചോദിച്ചിരുന്നത്. സോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 സക്സസീവ് ഇൻക്രിമെന്റ് ഓഫ് 30% ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30% ഇൻക്രിമെന്റ് 2 സക്സസീവ് ഇൻക്രിമെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ നമ്മൾ ആ ഫോർമുല വെച്ചൊന്ന് എടുക്കുകയാണെങ്കിൽ 30 പ്ലസ് ഇൻക്രിമെന്റ് ആയതുകൊണ്ട് പ്ലസ് വരും, 30 പ്ലസ് 30 പ്ലസ് 30 ഇൻറ്റു 30/100. സോ നമുക്ക് അത് നോക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ഒരു 18% വേരിയേഷൻ ആണ് വരാൻ പോകുന്നത്. നമുക്ക് അവിടെ നോക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടി നമുക്ക് ഫുൾ സ്റ്റെപ്പ് എഴുതി പോകാം. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് 30% ഡിക്രിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, 2 30% ഡിക്രിമെന്റ്. സോ അങ്ങനെ ഈ 2 30% ഡിക്രിമെന്റ് എടുക്കുകയാണെങ്കിൽ -30 ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 30 ഇൻറ്റു 30/100. സോ നമ്മൾ ഇത് രണ്ടും ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 30 പ്ലസ് 30 60യും പിന്നെ ഈ സീറോസ് ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9ഉം. സോ 69% ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. ഇവിടെ -30 -60യും ഇവിടെ നമുക്കൊരു ഈ 9 കൂടി ഇവിടെ നിന്ന് വരും, പക്ഷെ +9 ആണ്. അങ്ങനെയാണെങ്കിൽ -60 + 9 നമുക്ക് -51 വരും. നമുക്ക് അവിടുത്തെ നെറ്റ് വരുന്നത് 51% ആണ് നെറ്റ് വരുന്നതെന്ന് നമുക്ക് പറയാം. എനിക്ക് മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, മൈനസ് കാണിക്കുന്നത് കുറയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചോദിച്ചേക്കുന്നത് ഇതിന്റെ വേരിയേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു മൈനസിന്റെ ആവശ്യമില്ല. സോ ഇത് രണ്ടിന്റെയും വേരിയേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് അവിടെ ഒരു 18% വേരിയേഷൻ ആണ് വരുന്നത്. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത് ആ 18% ആരെ വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ബൈ വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ 2 സക്സസീവ് ഡിക്രിമെന്റ് ഓഫ് 30% വെച്ച് കമ്പയർ ചെയ്യാനാണ്. 2 സക്സസീവ് ഇൻക്രിമെന്റിനെ 2 സക്സസീവ് ഡിക്രിമെന്റ് വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അവർ ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർസെൻറ്റേജ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം വന്ന വേരിയേഷൻ എടുക്കുക 18% ബൈ അവിടെ ചോദിച്ചേക്കുന്ന 2 ഡിക്രിമെന്റ് വെച്ച് കമ്പയർ ചെയ്യാൻ. 2 ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ 51 വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ 51 പിന്നെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇൻറ്റു 100. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒന്ന് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഇതിനെ ഒരു 50 എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ റഫ്ലി 2 എന്ന് വരും. 2 ഇൻറ്റു 80 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 36 വരും. ശരിക്കും 36 അല്ല 35 പോയിന്റ് സംതിങ് വരും. ബിക്കോസ് ഇവിടെ താഴെ 51നെയാണ് നമ്മൾ 50 എന്ന് എടുത്തത്. 51 ആകുമ്പോൾ വാല്യൂ ചെറുതായിട്ടൊന്ന് കുറയും. അപ്പോൾ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ നമുക്ക് 35 ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
ഇപ്പോൾ എക്സാമിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്തും എക്സാക്ട് കാൽക്കുലേഷൻ നോക്കാതിരിക്കുക. ഇതേപോലെ ഓപ്ഷൻ കൂടി പാരലായിട്ട് ചെക്ക് ചെയ്യുക. നമ്മൾ ഇത് ഓൾറെഡി പല ക്ലാസ്സസിലും നേരത്തെയുള്ള വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ കൂടി വെച്ചുകൊണ്ട് അവസാനത്തെ ആൻസർ ഫൈനൽ ആൻസർ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻ പാരലായിട്ട് ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ ആൻസർ എടുക്കാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ആൻസർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ 35.29 ആണ് എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ 51 വെച്ച് തന്നെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ അത് സമയം പോകും. നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷനെ യൂസ് കൂടി ചെയ്യുക. ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇനി അടുത്തൊരു വലിയ ക്വസ്റ്റിലേക്ക് പോകാം. ഒരു പോപ്പുലേഷൻ്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യൂഷ്വലി കാണുന്ന പോപ്പുലേഷൻ്റെ ക്വസ്റ്റൻ അല്ല, കുറച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എ certain year the population of a city was 18,000. If in the next year the population of males increased by 5% and that of the females increased by 7% and the total population increased by 19,200, then what was the ratio of the population of male and female in that given year? അപ്പോൾ പറയുന്നത് ആദ്യമേ മെയിലും ഫീമെയിലും കൂടി ചേർത്തിട്ടുള്ള ഒരു ടോട്ടൽ പോപ്പുലേഷൻ 18,000 ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത വർഷം ആ പോപ്പുലേഷനിൽ ഇൻക്രീസ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇൻക്രീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൽ 5%, ഫീമെയിൽ 7% ഇൻക്രീസ് ആവുന്നുണ്ട്. ആൻഡ് പുതിയ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഇൻക്രീസ് ആയ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 19,200 ആണ് ഇൻക്രീസ് ആയ പോപ്പുലേഷൻ. ദെൻ വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ദാറ്റ് ഗിവൺ ഇയർ എന്നാണ് ചോദിച്ചിരുന്നത്. ആ തന്നിരുന്ന വർഷം, നമ്മുടെ നേരത്തെ തന്നിരുന്ന വർഷം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമേ പറയുന്ന ഇയറിൽ നമ്മുടെ മെയിലും ഫീമെയിലിന്റെയും പോപ്പുലേഷൻ എന്തായിരുന്നു, എന്ത് റേഷ്യോയിലായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഒരു ചെറിയ കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വെച്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ച് മെയിലും ഫീമെയിലിന്റെയും ടോട്ടൽ എന്ന് പറയുന്നതാണ് 18,000 എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ നമ്മുടെ മെയിലിൽ 5% കൂടുന്നുണ്ട്. 5% കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 105% ആവും. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ടോട്ടൽ 100%ഉം കൂടുന്ന 5 കൂടി ചേർത്ത് 105%. അങ്ങനെയാണെങ്കിൽ 105% ഓഫ് മെയിൽ പ്ലസ് ഫീമെയിൽ ഇപ്പോൾ 7% കൂടുന്നുണ്ടെങ്കിൽ 107% ഓഫ് ഫീമെയിൽ എന്ന് പറയുന്നതാണ് 19200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ കുറച്ചുകൂടി ഒന്ന് സിമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം: 105 മെയിൽ പ്ലസ് 107 ഫീമെയിൽ. ആ പെർസെൻറ്റേജിന്റെ ബൈ 100 നമുക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 19200, പിന്നെ ആ ബൈ 100ന്റെ 2 0 കൂടി ഇവിടേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എയ്തർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം ഈ മെയിലിൽ തന്നിരിക്കുന്ന വെച്ച്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ മെയിലിന്റെ അവിടെ നമുക്ക് ആ വാല്യൂ നിന്ന് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ റീപ്ലേസ് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് ആ മെയിൽ എന്ന് പറയുന്നത് 18000 മൈനസ് ആ ഫീമെയിൽ ആണ്. സോ അത് നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 105 ഇൻറ്റു ആ ഒരു 18,000 മൈനസ് ഫീമെയിൽ പ്ലസ് 107 ഫീമെയിൽ ഈക്വൽ ടു 1920000. സോ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ആദ്യം തന്നെ 105 ഇൻറ്റു 18,000. സോ 105 ഇൻറ്റു 18,000 എന്ന് പറയുമ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 100 ഇൻറ്റു 18 ദെൻ 5 ഇൻറ്റു 18 90. അങ്ങനെയാണെങ്കിൽ നമുക്കത് 189 വരും. പിന്നെ ബാക്കിയുള്ള സീറോസ് 1 2 3 4, അതെ 1 2 3 4 4 0 വരും നമുക്കവിടെ. മൈനസ് 105 ഇൻറ്റു എഫ് 105 എഫ് എന്ന് വരും. പ്ലസ് നമുക്ക് ആ ഒരു 107 എഫ് ഈക്വൽ ടു നമുക്ക് ആ 192 4 സീറോസ് വരുന്നുണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഫെർദർ സോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇവിടെ നിന്ന് മൈനസ് 105 എഫും പ്ലസ് 107 എഫും നമുക്കത് 2 എഫ് എന്ന് വരും. നമുക്ക് ബാക്കിയുള്ള പോർഷൻ എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അത് 192 പിന്നെ 4 0. നമുക്ക് തൽക്കാലം 4 0 ഒന്ന് മാറ്റാം. ആൻഡ് ഇവിടുന്ന് 189 4 0. സോ നമുക്ക് ആ 4 0 ഒന്ന് മാറ്റിയിട്ട് 189 എന്ന് മാത്രം എടുക്കാം. പിന്നെ ആ 4 0 ഒന്ന് ഇവിടേക്ക് മാറ്റി അങ്ങ് വെക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 192 മൈനസ് 189 എത്ര വരും? 3 എന്ന് വരും. പിന്നെ 4 0 കൂടി ചേരുമ്പോഴത്തേക്കും നമുക്കത് ഇവിടുന്ന് 2f ഈക്വൽ ടു 33ഉം 4 0 എന്ന് പറയുന്നത് 30,000 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? ആ 30,000ന്റെ പകുതി 15,000 എന്ന് വരും. അപ്പോൾ 15,000 ആണ് ഫീമെയിൽ. മൊത്തം 18,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇങ്ങോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മെയിലിന്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും. ആ 18,000ൽ നിന്ന് നമ്മൾ ആ ഒരു 15,000 അങ്ങ് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഫീമെയിലിന്റെ
15,000 മൈനസ് ചെയ്താൽ 3,000 എന്ന് വരും. ചോദിച്ചിരിക്കുന്നത് മെയിലും ഫീമെയിലിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓർഡർ മെയിൽ ഈസ്റ്റ് ഫീമെയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ മെയില് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും 3,000ഉം ഫീമെയില് നമുക്ക് 15,000. സോ ടോട്ടൽ 18,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 1:5 എന്ന് നമുക്ക് ആൻസർ വരും. 1:5. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 1:5 ആണ് നമ്മുടെ ആൻസർ. ചെറിയൊരു കാൽക്കുലേഷൻ വരുന്നൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ ആൻസർ നമ്മളൊന്ന് പ്രോപ്പർലി ചെയ്തുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളൊന്ന് നോക്കി കാൽക്കുലേഷൻ ചെയ്താൽ മാത്രം മതി. ആൻഡ് മാക്സിമം റഫ് വർക്ക് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ ഒരു ക്വസ്റ്റനിലും സൈഡിൽ പോയി റഫ് വർക്ക് വലുതായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ അതിനെ അവിടെ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത്, നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസ്ഡ് ബൈ 7%, then by what % should the consumption be decreased by the customer if the expenditure on the petrol remains unchanged? അപ്പോൾ നമുക്ക് അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും സാധാരണ റിയൽ ലൈഫിൽ അടക്കം കേൾക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഇത്. ഒരു പെട്രോളിന്റെ വില 7% കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ പറയുന്ന പ്രൈസ് ഇൻക്രീസ് ആവുകയാണ്. എത്ര പെർസെൻറ്റേജ്? 7%. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് കൺസപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കും. ഇപ്പോൾ ഇവിടെയും ചോദിക്കുന്നത് അത് തന്നെയാണ്, കൺസപ്ഷൻ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രൈസ്, എക്സ്പെൻഡിച്ചർ, കൺസപ്ഷൻ എന്ന് പറയുന്ന പെർസെൻറ്റേജിലെ കൺസെപ്റ്റിലെ ക്വസ്റ്റൻ ആണ് നമുക്ക് ആ ചോദിച്ചിരിക്കുന്നത്. സോ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ 7% ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതെന്ന് പറയുന്നത് 7/100 ആണ്. നമുക്ക് അതിന്റെ വേറെ എന്താ പറയുക, ഫ്രാക്ഷണൽ വാല്യൂ ഒന്നും ഇല്ല. 7/100 തന്നെയാണ് അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7 അതേപോലെ തന്നെ എടുക്കുക. ഇവിടെ ഡിക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ താഴെ അതിനെ ഇൻക്രീസ് എന്നൊരു ആംഗിൾ എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് പ്ലസ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂ എടുത്ത് ഇവിടെ താഴേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ആൻസർ. അതല്ല ഇവിടെ ഇപ്പോൾ ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ഇവിടെ താഴെ എന്ത് വന്നേനെ? ഡിക്രീസ്, ചെറിയ വാല്യൂ വന്നേനെ. ഇവിടെ എന്താണോ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് താഴെ എടുത്താൽ മാത്രം മതി. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നു അതിന്റെ ഓപ്പോസിറ്റ് താഴെ ഡിനോമിനേറ്ററിൽ എടുക്കണം. ഇവിടെ നമുക്ക് കുറയുക എന്ന് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടണം. അങ്ങനെയാണെങ്കിൽ 7ഉം 110 കൂടി ആഡ് ചെയ്തിട്ട് 7ഉം 100ഉം കൂടി ആഡ് ചെയ്ത് 107 നമ്മളവിടെ താഴെ എടുത്താൽ മാത്രം മതി. സോ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്ക് ഇതിനെ ഒന്ന് പെർസെൻറ്റേജിലേക്ക് പ്രോപ്പർലി കൺവേർട്ട് ചെയ്യണം. സോ നമുക്കൊന്ന് പെർസെൻറ്റേജിലേക്ക് പ്രോപ്പർലി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 7/107 × 100. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് 700/107. ഇപ്പൊ 700-ൽ 107 എത്ര വട്ടം പോകും? ഒരു 6 തവണ പോകും. ഓപ്ഷനിലേക്ക് നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ 6 വെച്ചുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അതായിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എക്സാക്ട് ആൻസർ കണ്ടുപിടിക്കാൻ നിൽക്കല്ല. ജസ്റ്റ് ഒന്ന് റഫായിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബാക്കി ഓപ്ഷൻ യൂസ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്യാൻ നോക്കുക. സോ നമുക്ക് 658/107 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 658/107% ആണ് നമ്മുടെ ആൻസർ. ഈ ഒരു ഷോർട്ട് കട്ട് മറന്നുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ആണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. ഈവൻ നമുക്ക് ഒട്ടും അറിയാത്ത ഫ്രാക്ഷൻ വാല്യൂ ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ 20 എന്നൊക്കെയാണ് തന്നിരുന്നെങ്കിൽ 20 എന്ന് പറഞ്ഞാൽ 1/5. ഇവിടെ 1 എടുത്തിട്ട് ആ 1 മേളിലുള്ള വാല്യൂ എന്താണോ അത് അതേപോലെ തന്നെ എടുത്താൽ മതി. ഇപ്പൊ ഇവിടെ 7 ആയതുകൊണ്ട് 7 തന്നെ എടുത്തു. 1/5 ആണെങ്കിൽ 1 തന്നെ എടുത്തേനെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 1ഉം 5 കൂടി ആഡ് ചെയ്ത് താഴെ 6 ഇട്ട് കൊടുത്താൽ മതി. 1/6 16.66 അതാണ് ആൻസർ. വളരെ പെട്ടെന്ന് ആൻസർ വരും. ഇത് നമുക്കിപ്പോൾ ഒട്ടും അറിയാത്തൊരു വാല്യൂ ആയിട്ടാണ് നമ്മൾ 7/100 എടുത്ത് പിന്നെ 7 + 100 107 എന്ന് പറഞ്ഞെടുത്തത്. ഇവിടെ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഡിക്രീസ് ആണ് പറയുന്നതെങ്കിൽ കൺസപ്ഷൻ ഡിക്രീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ താഴെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂ കൂടി അങ്ങ് ആഡ് ചെയ്യുക. അതല്ല ഇവിടെ ഇൻക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ താഴത്തെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യുക? 7ഉം 100 കൂടി മൈനസ് ചെയ്ത് 93 അങ്ങ് താഴെ എടുത്താൽ മതി. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ സെഷനിലും നമ്മൾ ഈ ഒരു പെർസെൻറ്റേജിന് റിമൈനിങ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് സീജലിൽ ചോദിച്ചിരുന്നത്. നമ്മൾ ഇനി വരുന്ന സെഷനിൽ നമുക്ക് സീജലിന്റെ ഇനിയും പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് 16 ക്വസ്റ്റൻസ് 16 ക്വസ്റ്റൻ കൂടിയാണ് ബാക്കിയുള്ളത്. സോ അത് നമ്മൾ കമ്മിങ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതോടെ നമ്മുടെ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ ലാസ്റ്റ് സീജലിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റൻസും കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് വരാതിരിക്കുന്ന എക്സാംസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും അവിടെയും ചോദിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻസ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് വരുന്ന സെഷനിൽ റിമൈനിങ് ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.